ഖുർആൻ യാത്രയുടെ 8-ാം ദിനത്തിലേക്ക് സ്വാഗതം. സൂറത്തുൽ അൻആം 111-ാം സൂക്തം മുതൽ സൂറത്തുൽ അറാഫിൻ്റെ 87-ാം സൂക്തം വരെയുള്ള 8-ാമത്തെ ജുസ് ആണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. സത്യവും അസത്യവും തമ്മിലുള്ള, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് കൂടുതലായും ഇതിൽ കേന്ദ്ര പ്രമേയമായി വരുന്നത്. സത്യത്തിൻ്റെ മാനദണ്ഡം ഭൂരിപക്ഷമല്ലെന്നും ഭൂമിയിലെ ഭൂരിപക്ഷം ആളുകൾ ഒരുപക്ഷെ വഴിതെറ്റിയേക്കാമെന്നും വിശദീകരിക്കുകയാണ് 116-ാമത്തെ സൂക്തത്തിൽ. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കണമെന്നും ഭക്ഷണകാര്യത്തിൽ അതിൻ്റെ അതിർവരമ്പുകൾ വിശദീകരിക്കുകയുമാണ് 145-ാം സൂക്തം ചെയ്യുന്നത്. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും മക്കളെ കൊല്ലരുതെന്നും വ്യഭിചാരത്തിൽ നിന്ന് അകന്നു നിൽക്കണമെന്നതടക്കമുള്ള ധാർമ്മികതയുടെ പാഠങ്ങളാണ് 151-ാം ആയത്തിൻ്റെ സാരാംശം. എൻ്റെ പ്രാർത്ഥനയും ബലിയും ജീവിതവും മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണെന്ന് നമ്മൾ ദുആ ഉൽ ഇസ്തിഫ്താഹിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സാരാംശം വരുന്നത് 162-ാം ആയത്തിലാണ്. ആരും മറ്റൊരാളുടെ പാപം ചുമക്കില്ലെന്നും ആ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കേണ്ടി വരുമെന്നും 164-ാം സൂക്തം സംസാരിക്കുന്നു. സാഷ്ടാംഗം ചെയ്യാൻ വിസമ്മതിച്ച അഹങ്കാരിയായ പിശാചിനെക്കുറിച്ചുള്ള കഥ, ആദം ഇബ്ലീസ് കഥയുടെ തുടർച്ച ഇവിടെയും സൂറത്തുൽ അറാഫിൻ്റെ ആമുഖത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും മനുഷ്യനെ തകർക്കാനുള്ള പിശാചിൻ്റെ വാശി മനുഷ്യനോടുള്ള അവൻ്റെ വഞ്ചനയാണെന്ന് വിശദീകരിക്കുകയാണ് 17-ാമത്തെ സൂക്തത്തിൽ. ദൈവഭക്തിയാണ് ഏറ്റവും മികച്ച വസ്ത്രമെന്നും ആ മര്യാദയുള്ള വസ്ത്രം എപ്പോഴും നിങ്ങൾ ധരിക്കണമെന്നും വിശ്വാസികളോടുള്ള ശാസനയുണ്ട് 26-ാമത്തെ സൂക്തത്തിൽ. നല്ല ഭക്ഷണങ്ങളും അലങ്കാരങ്ങളും അള്ളാഹു വിശ്വാസികൾക്ക് തടഞ്ഞിട്ടില്ലെന്നും ആരാണ് അപ്രകാരം അള്ളാഹു അനുവദിച്ചിട്ടുള്ള സൗന്ദര്യം വിശ്വാസികൾക്ക് വിലക്കിയതെന്നുമുള്ള ചോദ്യമുണ്ട് 31-ാമത്തെ സൂക്തത്തിൽ. അഹങ്കാരികളായവർക്ക് മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടില്ലെന്നുള്ള പരാമർശം നടത്തിയതിനു ശേഷം സ്വർഗത്തിനും നരകത്തിനും ഇടയിലായി പോയവരുടെ, അതായത് സൂറത്തുൽ അറാഫിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അൽ അറാഫ് എന്നുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് കൂടി ഈ ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്നവർക്കുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ സമീപസ്ഥമാണെന്ന് വിശദീകരിച്ച ശേഷം പ്രവാചകൻ നൂഹ് അലൈഹി ഇസ്ലാമയുടെയും ഹൂദ് അലൈഹി ഇസ്ലാമയുടെയും സ്വാലിഹ് അലൈഹി ഇസ്ലാമയുടെയും ചരിത്രമാണ് വിശദീകരിക്കുന്നത്. തൻ്റെ ജനതയോട് ക്ഷമയോടുകൂടി പ്രബോധനം ചെയ്ത നൂഹ് നബിയെക്കുറിച്ചും ആദ് സമുദായത്തിൻ്റെ തകർച്ചയെക്കുറിച്ചും അവരിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെക്കുറിച്ചും വിശദീകരിച്ച ശേഷം ഒരു ദൃഷ്ടാന്തമായി സ്വാലിഹ് നബിയുടെ സമൂഹത്തിന് ഒട്ടകം എങ്ങനെയാണ് അവർക്ക് മുമ്പിൽ വെളിപ്പെട്ടത് എന്നുള്ളതിൻ്റെ ചരിത്രവുമാണ് 73-ാം സൂക്തം വിശദീകരിക്കുന്നത്.